من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات الله ربي عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ സ്വർഗവാസികളിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഈമാൻ എന്ന വിഷയമാണ്. ആ ഈമാൻ എന്നതിൽ 6 റുക്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റുക്നാണ് അൽ ഈമാനു ബില്ലാഹ് എന്നത്, അല്ലാഹുവിലുള്ള ഈമാൻ. അല്ലാഹുവിലുള്ള ഈമാൻ എന്നത് 4 ഭാഗങ്ങളായി മാറും എന്ന് നമ്മൾ കഴിഞ്ഞു പോയ ഖുതുബകളിൽ പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അല്ലാഹുവിന്റെ വുജൂദിലുള്ള ഈമാൻ. രണ്ടാമത്തേത് അൽ ഈമാനു ബി റുബൂബിയ്യത്തില്ലാഹ്, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള ഈമാൻ. മൂന്നാമത്തേത് അൽ ഈമാനു ബി ഉലൂഹിയ്യത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിലുള്ള ഈമാൻ. ഇതെല്ലാം വിശദമായി തന്നെ സംഗ്രഹിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ മനസ്സിലാക്കിയതാണ്. അതിൽ അൽ ഈമാൻ ബി ഉലൂഹിയ്യത്തില്ലാഹ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നേർക്ക് നേരെ പഠിപ്പിക്കുന്ന ആ കാര്യത്തിന് 7 ഷർത്തുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ 7 ഷർത്തുകളും നമ്മൾ ഓരോന്ന് തന്നെ കൃത്യമായി അൽഹംദുലില്ലാഹ് പറയാനും പഠിക്കാനും കേൾക്കാൻ നമുക്ക് സാധിച്ചു. ഇനി അതിൽ ബാക്കിയുള്ള കാര്യം അൽ ഈമാൻ ബില്ലാഹ് എന്നതിൽ ബാക്കിയുള്ള വിഷയം 4ാമത്തെ ഒരു കാര്യമാണ്. വുജൂദ് മനസ്സിലാക്കി, റുബൂബിയ്യത്ത് മനസ്സിലാക്കി, ഉലൂഹിയ്യത്ത് മനസ്സിലാക്കി. ഇനി അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് അൽ ഈമാനു ബി അസ്മാഇല്ലാഹി തആല വ സിഫാതിഹി എന്ന വിഷയമാണ്. അല്ലാഹുവിന്റെ അസ്മാഉകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, അതിലുള്ള ഈമാൻ. അല്ലാഹുവിന്റെ സിഫത്തുകൾ, അതിലുള്ള അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അതിലുള്ള ഈമാൻ ആണ് വിശ്വാസികളായ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ഏറ്റവും ശരിയായ രീതിയിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ഇസ്രായിലെ 110-ാമത്തെ ആയത്തിൽ ഖുർആൻ പറയുന്നത്, കുൽ
നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചുകൊള്ളുക. നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചുകൊള്ളുക. റഹ്മാൻ, അല്ലെങ്കിൽ നിങ്ങൾ റഹ്മാനെ എന്ന് വിളിച്ചുകൊള്ളുക. യാ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. അല്ലാഹുവിനെ എങ്ങനെയാണ് വിളിക്കേണ്ടത്, എങ്ങനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് സഹായം തേടേണ്ടത് അല്ലാഹുവിനോട് എന്ന് പഠിപ്പിക്കുകയാണ് സൂറത്തു ഇസ്രായിലെ 110-ാമത്തെ ഈ ആയത്ത്. അപ്പൊ അല്ലാഹുവിന് അവിടെ നമ്മൾ വിളിക്കേണ്ടത് ഒന്നുകിൽ അല്ലാഹ് എന്ന് വിളിക്കുക, യാ അല്ലാഹ് എന്നോ അല്ലാഹുമ്മ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുക. ഇതിലേത് പേര് നിങ്ങൾ വിളിച്ചാലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. അല്ലാഹുവിന് ഏറ്റവും ഉത്തമമായ അസ്മാഉകളുണ്ട്. ഖുർആൻ പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ഇലാഹില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് ഏറ്റവും അത്യുത്തമമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട് എന്ന് സൂറത്തു ത്വാഹയിലെ 8-ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അവനാണ് അല്ലാഹു, അവനാണ് ഖാലിഖ് സൃഷ്ടാവ്, അവനാണ് ബാരി, അവനാണ് നിർമ്മാതാവ്, അവനാണ് മുസവ്വിർ രൂപം നൽകുന്നവൻ. ഓരോ സൃഷ്ടിയുടെയും ഉറുമ്പിന്റേതായ രൂപവും, ആനക്ക് ആനയുടേതായ രൂപവും, മത്സ്യത്തിന് മത്സ്യത്തിൻ്റെതായ രൂപവും, മനുഷ്യന് മനുഷ്യന്റേതായ രൂപവും നൽകിയ മുസവ്വിർ അത് അവനാണ്. എന്നിട്ട് പറഞ്ഞു ലഹുൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട് എന്ന് സൂറത്തു ഹശ്റിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു. വീണ്ടും അല്ലാഹ് പറഞ്ഞു സൂറത്തു അഅറാഫിൽ 180-ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, ഏറ്റവും ഉത്തമമായ സുന്ദരമായ മനോഹരമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വിളിക്കുക. സഹോദരനെ വിളിച്ച് ഉറങ്ങല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ അല്ലാഹുവിനെ അതുകൊണ്ട് വിളിക്കുക. അല്ലാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, നിങ്ങൾ അതുകൊണ്ട് അല്ലാഹുവിന് ദുആ ചെയ്യുക. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കുന്ന ആളുകൾ, കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ നാമങ്ങളെ വേണ്ട രീതിയിൽ ഗൗനിക്കാത്ത പഠിക്കാത്ത ആളുകൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ദുഷ്പ്രവർത്തനങ്ങൾക്ക് നാം വഴിയെ അവർക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു. ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അല്ലാഹുവിന്റെ നാമങ്ങളെ വിശുദ്ധമായ ഖുർആൻ തന്നെ എടുത്തു പറയുകയും, അല്ലാഹുവിന്റെ നാമങ്ങളുണ്ട്, നമ്മൾ നമുക്ക് തോന്നിയതുപോലെ അല്ലാഹുവിനെ വിളിക്കുകയല്ല, മറിച്ച് അല്ലാഹുവിനെ വിളിച്ച നാമങ്ങൾ, വിളിച്ച് പഠിപ്പിച്ച നാമങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നാമങ്ങൾ, ആ നാമങ്ങൾ പഠിക്കുകയും ആ നാമങ്ങളിൽ തന്നെ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന്റെ നിർബന്ധിതാവസ്ഥയാണ്, നിർബന്ധിതമായ കാര്യമാണ്, രുജുവായ കാര്യമാണ് വിശുദ്ധമായ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ വളരെ ലളിതമായ 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, അല്ലാഹുവിന്റെ മഹത്വത്തിൽ, അവന്റെ പരിശുദ്ധതയ്ക്ക് യോജിക്കുന്ന നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നാം അറിയണമെങ്കിൽ അത് അവനിൽ നിന്നോ അവൻ അയച്ച റസൂലിൽ നിന്നോ മാത്രമേ കഴിയുള്ളൂ. ഒന്ന്, അള്ളാഹുവിന്റെ നാമങ്ങൾ അതറിയണം എങ്കിൽ അള്ളാഹുവിൽ നിന്ന് അറിയണം, അള്ളാഹു അയച്ച റസൂലിൽ നിന്ന് അതറിയണം, പഠിക്കണം. ഒന്ന്, ഇതൊക്കെയാണ് നമ്മുടെ ദൗത്യം, ഇതൊക്കെയാണ് നമ്മുടെ ജോലി, ഇതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് അമാനുവൽ പറയുകയാണ്, അതുകൊണ്ടാണ് ഖുർആനിലോ ഹദീസിലോ വന്നതല്ലാത്ത നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൂടാ എന്ന് മിക്ക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കാൻ കാരണം അതാണ്. ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെടാത്ത, പഠിപ്പിക്കാത്ത നാമങ്ങൾ, ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിക്കാൻ പാടില്ല. ഖുർആനോ സുന്നത്തോ പഠിപ്പിച്ച നാമങ്ങളായിരിക്കണം. അതേപോലെ തന്നെ ഇൽഹാദ്, ഇതിൽ പറഞ്ഞല്ലോ, ഇൽഹാദ് കാണിക്കുന്നവർ,
അള്ളാഹുവിന്റെ നാമത്തിൽ ഇൽഹാദ്, കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ, വഞ്ചന കാണിക്കുന്ന ആളുകൾ, കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അമാനി മൗലവി റഹ്മഹുല്ലാഹ് തന്നെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അള്ളാഹുവിന്റെ ഔന്നത്യത്തിനും അവന്റെ പരിശുദ്ധിക്കും അനുയോജ്യമല്ലാത്ത പേരുകളിൽ അള്ളാഹുവിനെ വിളിക്കുക. വിശദീകരിക്കേണ്ട കാര്യമാണ്, പക്ഷെ സമയം അത് പോരാ. അതുകൊണ്ട് ഒരു ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ അസ്മാഇനെ സംബന്ധിച്ച്, സിഫാത്തിനെ സംബന്ധിച്ച് പറയുന്നത്. ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം, പഠിക്കണം. അള്ളാഹുവിന്റെ അത്യുന്നതിക്കും അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ പരിശുദ്ധിക്കും യോജ്യമല്ലാത്ത പേരുകളിൽ അള്ളാഹുവിനെ സംബോധന ചെയ്യുക, ഇത് ഇൽഹാദാണ്. അത് ഇൽഹാദാണ്. അങ്ങനെയുള്ള വാക്കുകളിൽ അവനെ വിശേഷിപ്പിക്കുക. എങ്ങനെ അള്ളാഹനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ബുദ്ധിപരമായ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയലല്ല അള്ളാഹനെ പരിചയപ്പെടുത്തൽ, മറിച്ച് ഖുർആനിൽ വന്ന കാര്യങ്ങൾ, സുന്നത്തിൽ വന്ന കാര്യങ്ങൾ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത് മാത്രമേ അള്ളാഹുവിനെ പറ്റി, അള്ളാന്റെ നാമങ്ങളെ പറ്റി, അള്ളാന്റെ വിശേഷണങ്ങളെ പറ്റി, അവന്റെ സിഫത്തുകളെ പറ്റി നമ്മൾ പറയാൻ പാടുള്ളൂ. ഇത് പഠിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു എവിടെ എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ മുസ്ലിങ്ങളുടെ വിശ്വാസം അള്ളാഹു ഫീ കുല്ലി മക്കാൻ, അള്ളാഹ് എല്ലായിടത്തുമുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബി വനിതയോട് ചോദിച്ചതാണ്. ഈമാനും ശിർക്കും ഈമാനും കുഫ്റും അറിയുന്നതിന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് ചോദിച്ച ചോദ്യമാണ് ഐനല്ലാഹ്, അല്ലാഹു എവിടെ എന്നത്. അപ്പൊ അവര് പറഞ്ഞു അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ഉപരിയിലാണ്. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിനകത്തല്ല, മറിച്ച് ഉപരിയിലാണ് എന്ന് അവർ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ജനങ്ങളോട് ചോദിച്ചു നോക്കൂ, അള്ളാഹ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ് എല്ലായിടത്തുണ്ടല്ലോ എന്ന് പറയും. അത് ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. അള്ളാഹുവിന്റെ ഇൽമ് എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് എല്ലായിടത്തുമുണ്ട്, പക്ഷെ അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്ന വിശ്വാസം അത് ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. സൂറത്തുൽ മുൽക്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, അഅൻതും അഅമിൻതും മൻ ഫിസ്സമാ അയഖ്സിഫ ബികുമുൽ അർള, ഭൂമിയിൽ നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ? ആരെ തൊട്ട്? മൻ ഫിസ്സമാ, ആകാശത്തിലുള്ളവനെ തൊട്ട്, ഉപരിയിലുള്ളവനെ തൊട്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹനെ പറ്റി നമുക്ക് ബുദ്ധിപരമായ കുറെ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല. ശറഅ് പഠിച്ച ശരീഅത്ത് പഠിച്ച ഖുർആൻ പഠിച്ച സുന്നത്ത് പഠിച്ച ആളുകൾ വേണം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവിന്റെ അസ്മാഅുകൾ പഠിച്ച, അവന്റെ വിശേഷണങ്ങൾ പഠിച്ച ആളുകൾ വേണം ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ. അള്ളാഹുവിലേക്ക് അങ്ങനെ വിളിക്കുന്നവനേക്കാൾ ഉത്തമമായവൻ ആരുണ്ട്? ഉത്തമമായി സംസാരിക്കുന്നവൻ ആരുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അവന് മാത്രം യോജിക്കുന്നതോ, അതേപോലെ തന്നെ മൂന്നാമത്തെ പറയുന്നവന് മാത്രം യോജിക്കുന്നതോ, അവന്റെ നാമവിശേഷണമായി അറിയപ്പെട്ടതോ ആയ വാക്കുകളിൽ മറ്റുള്ളവരെ വിശേഷിപ്പിക്കുക, ഇതിനാണ്. അള്ളാഹുവിനെ വിശേഷിപ്പിക്കേണ്ട വാക്കുകളിൽ, അള്ളാഹുവിനെ വിളിക്കേണ്ട നാമങ്ങളിൽ മറ്റുള്ളവരെ, സൃഷ്ടികളെ വിളിക്കുക, മനുഷ്യരെ വിളിക്കുക, മനുഷ്യരെ വിശേഷിപ്പിക്കുക, സൃഷ്ടിജാലങ്ങളെ വിശേഷിപ്പിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങളെടുത്ത്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെടുത്ത് സൃഷ്ടികൾക്ക് ചാർത്തിക്കൊടുക്കുക. അതും ഇവിടെ നമുക്ക് മുസ്ലിം സമൂഹത്തിൽ തന്നെ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഔലിയാക്കന്മാർക്കും മരിച്ചവർക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും അവർ ഇലാഹാക്കി വെച്ച പല ഏടാകൂടങ്ങൾക്കും അള്ളാഹുവിന്റെ അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവൻ എന്ന വിശേഷണം, സിഫത്ത് വകവെച്ച് കൊടുത്തത് കാണാൻ സാധിക്കും. അൽ മുജീബ്, എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം നൽകുന്നവൻ എന്ന സിഫത്ത് പല സൃഷ്ടികൾക്ക് വെച്ച് കൊടുത്തത് കാണാനായിട്ട് സാധിക്കും. അൽ ബസീർ, എല്ലാം കാണുന്നവൻ. മുഹ്യിദ്ദീൻ ശൈഖ് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കാണും, അവന്റെ പ്രയാസങ്ങൾ അറിയും, ഉത്തരം ചെയ്യാൻ കഴിവുള്ളവരാണ് മുഹ്യിദ്ദീൻ ശൈഖ് എന്ന വിശ്വാസം നമുക്ക് മുസ്ലിങ്ങളിൽ കാണാവുന്നതാണ്. കാരണം ഖുർആൻ പഠിച്ചില്ല,
കാരണം ദീന് പഠിച്ചില്ല, സുന്നത്ത് പഠിച്ചില്ല, അവരാരും പഠിപ്പിച്ചില്ല. ഇതാണ് കാരണം. അള്ളാഹുവിനെ യോജിക്കുന്ന, അള്ളാഹുവിനെ പറ്റി മാത്രം പറയേണ്ട കാര്യങ്ങൾ സൃഷ്ടികളെ പറ്റി പറയുക എന്നുള്ളത് ഇൽഹാദാണ്, അത് ശിർക്കാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. മുതലായതെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളിൽ കാണുന്ന വക്രതയും ക്രമക്കേടും അഥവാ ഇൽഹാദ് തന്നെയാണ് എന്ന് അമാനി മൗലവി റഹ്മഹുല്ലാഹ് പറയുന്നു. നാലാമത് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കപ്പെടേണ്ട റഹ്മാൻ എന്ന സിഫത്ത്. ഒരു പാട്ടുകാരനുണ്ടല്ലോ, പാട്ടുകാരനെ പറ്റി പറയും റഹ്മാൻ, റഹ്മാൻ പറയും റഹ്മാൻ അത് അല്ലാഹു മാത്രമാണ്. അബ്ദുറഹ്മാൻ എന്ന് വിളിക്കാവുന്ന നിർബന്ധമായ കാര്യമാണ് അബ്ദുറഹ്മാൻ. റഹ്മാന്റെ അടിമകൾ മാത്രമാണ് എന്ന് മുസ്ലിങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ ഗൗരവം, ഇതിന്റെ പ്രാധാന്യം എത്രയാണ്, അതിന്റെ തെറ്റ്. അവനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും, മുസ്ലിമിനും കാഫിറിനും ശത്രുവിനും മിത്രത്തിനും സകല ജീവജാലങ്ങൾക്കും റഹ്മത്ത് ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ, സ്നേഹവും വാത്സല്യവും ദയാവായ്പകളും റിസ്ക്കും ആഹാരവും വെള്ളവും എല്ലാം വാരിക്കോരിക്കൊടുക്കുന്നവൻ എന്നാണ് റഹ്മാൻ എന്നതിന്റെ താല്പര്യം. ആരാണ്, ഏത് സൃഷ്ടിയാണ് അത് ചെയ്യാൻ? ഏത് സൃഷ്ടിക്കാണ് അത് ചെയ്യാനായിട്ട് സാധിക്കാൻ പാടില്ല. അതേപോലെ ജഗദീശ്വരൻ, അമാനവരെ പറഞ്ഞ തഫ്സീറിലുള്ളതാണ്. ജഗദീശ്വരൻ, ഈ ജഗത്തിന്റെ മുഴുവൻ ഈശ്വരനായിട്ടുള്ളവൻ എന്ന് സൃഷ്ടികളെ വിശേഷിപ്പിക്കാൻ പാടില്ല. മുസ്ലിം ഒരു മുഅ്മിനായ മനുഷ്യ വിശേഷിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഷാഹിൻ ഷാ എന്ന വാക്ക്, അതിന്റെ അധികാരങ്ങളുടെ അധികാരി എന്നാണ് അതിന്റെ അർത്ഥം. ചക്രവർത്തികളുടെ ചക്രവർത്തി എന്നാണ് അതിന്റെ അർത്ഥം. രാജാതിരാജൻ എന്നാണ് അതിന്റെ അർത്ഥം. പാടില്ല, തമാശക്ക് പോലും വിളിക്കാൻ പാടില്ല എന്നാണ്. ഇതുപോലുള്ള പേരുകൾ മനുഷ്യർക്ക് നൽകുന്നതും ഈ കൂട്ടത്തിൽ ഇൽഹാദിൽ ഗുരുതരമായ പ്രശ്നമായ ഇൽഹാദിൽ പെടുന്നു എന്ന് അമാനി മൗലവി റഹ്മഹുല്ലാഹ് പറയുന്നു. പല കാര്യങ്ങളിലും അദ്ദേഹം പറയുന്നത്, എല്ലാറ്റിലും പ്രത്യക്ഷത്തിൽ ശിർക്കിന്റെ കലർപ്പ് കാണുന്നില്ലെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ മഹത്വത്തെ, അവന്റെ ഔന്നത്യത്തെ തരം താഴ്ത്തി കാണിക്കുക എന്ന ദോഷത്തിൽ നിന്ന് അതൊന്നും ഒഴിവല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് അവന് വഴിയെ അവൻ പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് അല്ലാഹ് താക്കീത് നൽകാൻ കാരണം. അതാണ് അള്ളാഹുവിന് അർഹതപ്പെട്ട നാമങ്ങളിൽ അള്ളാഹനെ മാത്രം വിളിക്കുക, അള്ളാഹുവിന് അർഹതപ്പെട്ട വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം കൊടുക്കുക. ആ നാമങ്ങളോ ആ വിശേഷണങ്ങളോ സൃഷ്ടികളിൽ ആർക്കും ഒരാൾക്കും, അത് എത്ര ശ്രേഷ്ഠനായ നബിയാണെങ്കിലും, എത്ര മുക്കറബായ മലക്കാണെങ്കിലും, എത്ര സ്വാലിഹായ ഒരു ജിന്നാണെങ്കിലും, എത്ര സ്വാലിഹീങ്ങളായ മനുഷ്യരാണെങ്കിലും, എത്ര വലിയ ഔലിയാക്കളാണെങ്കിലും, അവർക്കൊന്നും അള്ളാഹുവിന്റെ ഓരോ സിഫത്തും നൽകാതിരിക്കുക എന്നുള്ളത് തൗഹീദിന്റെ അടിസ്ഥാനപരമായ പാഠമാണ്. ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾ പലതും പലരെ പറ്റി പലതും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. മൗലവി റഹ്മഹുല്ലാഹ് എന്നിട്ട് പറയുന്നുണ്ട്, സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ശിർക്ക് പരമായ പല അന്ധവിശ്വാസങ്ങളിൽ അധികവും അള്ളാഹുവിന്റെ നാമങ്ങളെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ നാമങ്ങളെ മനസ്സിലാക്കിയതിലോ ഉപയോഗപ്പെടുത്തുന്നതിലോ വന്ന പാകപ്പിഴവുകളിൽ നിന്നാണ് ശിർക്കിന്റെ ഉത്ഭവം എന്ന് കാണാവുന്നതാണ്. ശിർക്ക് വരാനുള്ള കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തതാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം, സത്യപ്രകാരം ആ മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ കണക്കാക്കിയില്ല. അവരെ മുശ്രിക്കായി മാറാനുള്ള അടിസ്ഥാന കാരണം ഖുർആൻ പറഞ്ഞത് ഒരൊറ്റ വാചകമാണ്, അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ സഅദിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ലഹുൽ അസ്മാഉൽ കസീറത്തുൻ ജിദ്ദൻ, ഒരുപാട് നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. അല്ലത്തി ലാ യുഹ്സിഹാ വലാ യഅലമുഹാ അഹദുൻ ഇല്ലല്ലാഹു ഹുവ. അല്ലാഹുവിനല്ലാതെ ആ നാമങ്ങൾ എത്രയുണ്ട് എന്ന് അല്ലാഹുവിനല്ലാതെ അറിയില്ല. വമഅദാലിക, അതോടുകൂടി ഫകുല്ലുഹാ ഹുസ്നാ, ഇതെല്ലാ നാമങ്ങളും അതിമനോഹരങ്ങളായ നാമങ്ങളാണ്. അല്ലാഹുക്ക് ഇഷ്ടമുള്ളത്. നല്ല പേരുകൾ നമ്മളോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാളിന്നോ കൂളിന്നോ അങ്ങനെയുള്ള പേരിടാന്നുള്ളതല്ല. നല്ല പേരുകൾ മനുഷ്യരെ വിളിക്കാന്നുള്ളതാണ്. നാളെ പരലോകത്ത് വിളിക്കുമ്പോഴും ആ ഏറ്റവും നല്ല ഒരു വിശ്വാസിയെ
മലക്കുകളോട് പറയും, ഭൂമിയിൽ വെച്ചുകൊണ്ട് അവനെ വിളിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പേരിൽ ആകാശത്ത് വെച്ച് വിളിക്കപ്പെടും. ഇന്ന ആളുടെ റൂഹാണ് വന്നിരിക്കുന്നത്. ആ റൂഹ് ആ മനുഷ്യന്റെ ദുനിയാവിൽ എന്താണോ എന്തായിരുന്നോ പേര്, ആ പേരുകളിൽ ഏറ്റവും നല്ല പേര് ഉപയോഗിച്ചുകൊണ്ട് ആര് വിളിക്കും? നമ്മൾ ആര് വിളിക്കും? മലക്കുകൾ വിളിക്കും. ആ മലക്കുകൾക്ക് വിളിക്കാൻ സാധിക്കുന്നതാകണം സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് ഇടുന്ന പേര്. ഉമ്മാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, ബാപ്പാന്റെ പേരിന്റെ രണ്ടാമത്തെ അക്ഷരം, ഈ വക കോപ്രാട്ടികൾ മാറ്റിക്കൊണ്ട് ദീനിൽ വന്ന അള്ളാഹ് പഠിപ്പിച്ച, റസൂല് പഠിപ്പിച്ച, എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്? ദീന് പഠിപ്പിക്കാൻ, മതം പഠിപ്പിക്കാൻ, ജീവിതം പഠിപ്പിക്കാൻ, എങ്ങനെ പേരിടമെന്ന് പഠിപ്പിക്കാൻ, എല്ലാ കാര്യവും പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് മക്കളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്, ദ്രോഹമാണ് തോന്നിയ പേര് മക്കളെ വിളിക്കുക എന്നുള്ളത്. ഒരർത്ഥമില്ലാത്ത എന്തൊക്കെയോ പേരുകളുടെ അർത്ഥമൊക്കെ വിളിച്ചു ചോദിക്കാം. അങ്ങനെ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണൂല. ആ ജാതി പേരുകളെ വിളിച്ചു ചോദിക്കും, മൗലവി ഇന്ന പേരിന്റെ അർത്ഥം എന്താണ്? എന്തൊക്കെയോ ഓട്ടോറിക്ഷന്റെ പേരും കടന്റെ പേരും വീടിന്റെ പേരൊക്കെ എടുത്ത് മക്കൾക്ക് വേണ്ടി ചേർത്തിടുക, മുതലാളിന്റെ പേരും തൊഴിലാളിന്റെ പേരും ഒക്കെ. അതല്ല വേണ്ടത്. ഏറ്റവും നല്ല അർത്ഥമുള്ള സുന്ദരമായ പേരുകൾ നമുക്കിടുക എന്നുള്ളതും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. അഥവാ ഏറ്റവും ആ അള്ളാഹുവിന്റെ നാമങ്ങളിലെല്ലാം ഒരു ഗുണമുണ്ടാവും, ഒരു സിഫത്ത് ഉണ്ടാവും. വെറുതെ നാമങ്ങളല്ല. റഹ്മാൻ, റഹീം, റഹ്മത്ത് എന്ന സിഫത്ത് അതിലുണ്ട്. ഖാദിർ, മുഖ്തദിർ, ഖുദ്റത്ത് എന്ന സിഫത്ത്, കഴിവുള്ളവൻ എന്ന സിഫത്ത് അതിലുണ്ട്. അസ്സമീഅ, എല്ലാം കേൾക്കുന്നവൻ. ഒരു ചെറിയ മൂലകളിലുള്ള ഉറുമ്പ് കരയുന്ന വെള്ളത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, അതിന്റെ റിസ്കിന് വേണ്ടി ഉറുമ്പ് കരയുന്നു. ആ കരച്ചിലും അല്ലാഹ് കേൾക്കുന്നു. പ്രാവിന്റെ കരച്ചിലുകളും അല്ലാഹ് കേൾക്കുന്നു. നമ്മുടെ മക്കളുടെ കരച്ചിലുകളും ഒരേപോലെ കേൾക്കാൻ കഴിയുന്നവനാണ്. അതേപോലെ തന്നെ ആഴിയുടെ അഗാധതകളിൽ ഊടിക്കൊണ്ടിരിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ആ മത്സ്യക്കുഞ്ഞുങ്ങൾ കരയുന്നതും കേൾക്കുന്നു. അവർ റിസ്കിന് വേണ്ടി തേടുന്നതും കേൾക്കുന്നവൻ അല്ലാഹു. അസ്സമീ, അസ്സംഅ എന്ന സിഫത്ത് അല്ലാഹുവിന്റെ ആ നാമത്തിലുണ്ട്. എല്ലാ നാമങ്ങളും ഇതുപോലെ തന്നെയാണ്. സിഫാതു കമാലിൻ, ബൽ അത് മാത്രമല്ല, തദുല്ലു അലാ അക്മലി സിഫാതി വഅഅളമിഹാ, ഏറ്റവും അത്യുന്നതമായ ഗുണവിശേഷണങ്ങളായിരിക്കും അല്ലാഹുവിന്റെ ഓരോ നാമത്തിലും ഉണ്ടാവുക. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക സഹോദരങ്ങൾ. നമ്മളിലേക്ക് തിരിയാം. അള്ളാഹുവിന് ഇത്ര നാമങ്ങൾ നമുക്കറിയാം. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹത്തോടെ, ആരാധനാ മനസ്സോടെ അള്ളാഹുവിനെ വിളിക്കാറുണ്ടോ നമ്മൾ? ആ രീതിയിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മനസ്സകത്തുണ്ടോ? നമ്മുടെ ഹൃദയങ്ങൾക്കകത്തുണ്ടോ? നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു കുറവില്ല, ഒരു ന്യൂനതകളും അള്ളാഹുവിന്റെ നാമത്തിലില്ല. സഅദി പറയുകയാണ്, അതിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, അള്ളാഹിന്റെ നാമങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ നാമങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് മാത്രമല്ല, അള്ളാഹിനോട് ആ പേരുകൾ കൊണ്ട് വിളിക്കുന്നവരെയും, ആ പേര് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണ് എന്ന് ഷെയ്ഖ് സഅദി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലും പറഞ്ഞത് കാണാൻ നമുക്ക് സാധിക്കും. അള്ളാഹിന് എത്ര പേരുകളുണ്ട്. അതും ചുരുക്കത്തിൽ അത് പറയാം. അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ഇത്രമാത്രം നാമങ്ങളല്ല അള്ളാഹുവിനുള്ളത്. ഒരു ഹദീസിൽ നമുക്ക് കാണാം. ആ ഹദീസ് അങ്ങനെ തന്നെ നമ്മൾ ഹിഫ്ളാക്കി വെക്കേണ്ട ഹദീസാണ്. മാ അസ്വാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹുസ്ൻ, ഒരാൾക്കൊരു വിഷമമോ ഒരു ടെൻഷൻ, ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹ് ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക്, നിന്റെ അടിമന്റെ മോനാൻ. വബ്നു അമതിക്, നിന്റെ അടിയാത്തിയുടെ മോനാൻ.
നാസിയതി ബിയദിക്, എന്റെ നാസിയത്ത്, എന്റെ കുടുമ അല്ലാഹുവേ നിന്റെ അടുക്കലാണ്, നിന്റെ പിടുത്തത്തിലാണ്. അഥവാ അതിന്റെ ശറഹ് നമുക്ക് കാണാം, നാസിയതി ബിയദിക ഐ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്, എനിക്ക് ഒരു സഹായവും ഒരു ശക്തിയും അല്ലാഹ് നിന്നെ കൊണ്ടല്ലാതെ ഇല്ല. നിന്നെ കൊണ്ടല്ലാതെ ജീവിതമില്ല, നിന്നെ കൊണ്ടല്ലാതെ മരണമില്ല, നിന്നെ കൊണ്ടല്ലാതെ ആഫിയത്തില്ല, നിന്നെ കൊണ്ടല്ലാതെ രോഗമില്ല, നിന്നെ കൊണ്ടല്ലാതെ പകലില്ല രാത്രിയില്ല. ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ അനുഗ്രഹവും സഹായവും അവന്റെ തൗഫീഖും അവന്റെ ഖുവ്വത്തും ഇല്ലെങ്കിൽ റബ്ബേ ഞാനില്ല, എന്റെ മക്കളില്ല, ഈ ലോകമില്ല. ഒരു നിമിഷം അല്ലാതെ ഈ ഭൂമി നിലനിൽക്കൂല, ഒരു നിമിഷം ഇല്ലാതെ ഈ ഭൂമി നിലനിൽക്കൂല. പിന്നല്ലേ നമ്മള് ഈ ഭൂമി അള്ളാഹിന്റെ സഹായമില്ലാതെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 1800 കിലോമീറ്റർ സ്പീഡിൽ ഒരു മണിക്കൂറിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂമി എന്ന് പറയുന്നു, ശാസ്ത്രം പറയുന്നു. എനിക്കറിയില്ല, ശാസ്ത്രം പറയുന്നതാണ്. പക്ഷെ നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ വല്ലതും പറയുന്നുണ്ടോ? ഇത് ആരാണിതിനെ കറക്കുന്നത്? ആരാണിതിനെ നിയന്ത്രിക്കുന്നത്? ആരാണിതിനെ തദ്ബീർ ചെയ്യുന്നത്? ആരാണിതിന്റെ പിറകിലെ ഖുവ്വത്ത്? ഏകനായ അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹ്, നീയില്ലാതെ ഞാനില്ല, ജീവിതമില്ല. അതാണ് നാസിയതി ബിയദിക്, എന്റെ ജീവിതം അത് നിന്റെ കയ്യിലാണ്, എന്റെ നാസിയത്ത്, എന്റെ ഭാവി നിന്റെ കയ്യിലാണ്. മാദിൻ ഫീ ഹുക്മുക്, നിന്റെ ഹുക്മാണ് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നിന്റെ തീരുമാനമാണ് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണത്? എന്റെ ജീവിതം അത് നിന്റെ ഔദാര്യമാണ്. നമ്മൾ പോലും അറിയാതെ 2 തരത്തിലുള്ള ഹുക്കുമുകൾ. അതെന്ത്? ഹുക്കുമുൽ അംരി വഹുക്കുമുൽ കൗനി, അല്ലാഹുവിന്റെ കൽപ്പനകളാകുന്ന, ഖുർആനാകുന്ന, പ്രവാചകന്റെ കൽപ്പനകളാകുന്ന, അല്ലാഹ് പറഞ്ഞിട്ട് പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുക, അല്ലാഹ് പറഞ്ഞ പോലെ തിന്നുക, അല്ലാഹ് പറഞ്ഞ പോലെ കുടിക്കുക, അല്ലാഹ് പറഞ്ഞ പോലെ അധ്വാനിക്കുക, അല്ലാഹ് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും അല്ലാഹ് പറഞ്ഞതുപോലെ ആക്കുക. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നത്. രണ്ടാമത്തത് അംറുൽ കൗനി, പ്രാപഞ്ചികമായ പ്രകൃതിപരമായ അല്ലാഹുവിന്റെ കൽപ്പനകൾ. 2 കൽപ്പനയിലുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പ്രകൃതിപരമായ അല്ലാഹുവിന്റെ കൽപ്പന, നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്തും ഹൃദയം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒരു പമ്പ് ഹൃദയത്തിനകത്ത് വെച്ചതല്ല, ഒരു മോട്ടർ ഹൃദയത്തിനകത്ത് നമ്മളായിട്ട് ഫിറ്റ് ചെയ്തതല്ല. തലച്ചോറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, വൃക്ക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കരൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പാൻക്രിയാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, രക്തചംക്രമണ വ്യവസ്ഥ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരീരത്തിനകത്ത് ഞരമ്പുകളിലൂടെ, രക്തക്കുഴലുകളിലൂടെ രക്തം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മളെ ഇവിടെ ജീവനോടെ നിലനിർത്താൻ, നമ്മളിവിടെ ജീവനോടെ ജീവിക്കാൻ, നടക്കാൻ, ഓടാൻ, പിടിക്കാൻ, പണിയെടുക്കാൻ, അല്ലാഹുവിനെ ധിക്കരിക്കാൻ, അല്ലാഹുവിനെ നിഷേധിക്കാൻ, നമസ്കാരത്തെ നിഷേധിക്കാൻ, പ്രവാചകനെ ചീത്ത പറയാൻ, ഇതിനും അല്ലാഹുവിന്റെ തൗഫീഖ് തന്നെ ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഇവിടെ 2 കാലിൽ നടക്കുന്നത്. എപ്പോൾ അല്ലാഹ് തീരുമാനിക്കുന്ന അവൻ ആ നിമിഷം അവിടെ അവന്റെ ജീവിതം അവസാനിക്കും. ഇതാണ് അംറുൽ കൗനി, കൗനിയായിട്ടുള്ള അല്ലാഹുവിന്റെ തീരുമാനം. ഇത് സമ്മതിച്ചു കൊടുക്കണം. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഔ കൗനിക ഇഹ്ലാക്, ഞാൻ നശിക്കുന്നത് പോലെ, ഞാൻ എപ്പോ ഇവിടെ തീരണം? അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അള്ളാഹിന്റെ തീരുമാനത്തിന്റെ ഒരു അപ്പുറത്തേക്ക് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിചാരിച്ച നടക്കൂല. എത്ര VIP സുരക്ഷിതത്വങ്ങൾ ഉണ്ടെങ്കിലും, ആര് വിചാരിച്ചാലും, അതുപോലുള്ള ഒരു 1000 ആള് വന്നാലും ഒരു മനുഷ്യന്റെ ജീവിതം, അവന്റെ ജീവൻ, അവന്റെ ആയുസ് തിരിച്ചു കൊടുക്കണ പോകട്ടെ, ഒരു 5 മിനിറ്റ് കൂടുതൽ പിടിച്ചു വെക്കാൻ പോലും ഒരു ശക്തിക്കും കഴിയുകയില്ല. നിന്റെ ഹുക്മാണ്, നിന്റെ തീരുമാനമാണ്. നമ്മളിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലൊന്നാകെ കണ്ടുകൊണ്ടിരിക്കുന്നത് 13 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി വെക്കാൻ കഴിയുന്ന സൂര്യൻ, അത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാനാണ്, നാമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. സൂര്യൻ എല്ലാത്തിനെയും അല്ലാഹു തആല നിയന്ത്രിക്കുന്നു. ഒരു വിശ്വാസി പറയണേ, അവന് പ്രശ്നം ഉണ്ടാകുമ്പോ, ടെൻഷൻ ഉണ്ടാകുമ്പോ, അവന് പ്രയാസം ഉണ്ടാകുമ്പോ അവൻ പറയണേന്ന്, ലോകത്തിന്റെ കാര്യം, പ്രപഞ്ചത്തിന്റെ കാര്യം
മുഴുവനും ഈ പ്രാർത്ഥനക്കകത്തുണ്ട്. അത് മാത്രമല്ല, അദ്ലുൻ ഫീ ഖളാഉക, നിന്റെ ഖളാ നീതിയാണ്. ടെൻഷനുള്ള സമയത്ത് പറയും, നിന്റെ ഖളാ, എനിക്കിപ്പോ ടെൻഷനുണ്ട്, എനിക്കിപ്പോ പ്രയാസമുണ്ട്, എന്റെ മോൻ മരിച്ചു, എന്റെ മോള് മരിച്ചു, എന്റെ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, എന്റെ പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോയി, വല്ലാത്ത പ്രയാസത്തിലാണ്, വേദനയിലാണ്, ദുരന്തത്തിലാണ്, എല്ലാത്തിലാണ്. പക്ഷേ അദ്ലുൻ ഫീ ഖളാഉക, നിന്റെ ഖളാ ഞാൻ അംഗീകരിക്കുന്നു. നിന്റെ ഖളാ നീ എന്ന് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ലുൻ, അത് നീതിയാണ്, അതെനിക്ക് വേണ്ടതാണ്, എന്റെ ജീവിതത്തിന് വേണ്ടതാണ്. ഇന്ന് എനിക്ക് നഷ്ടമായിട്ട് തോന്നും, പക്ഷെ നാളെ അത് എന്റെ ജീവിതത്തിൽ ഖൈറായി അനുഭവപ്പെടുന്ന എത്രയോ ഉദാഹരണങ്ങൾ മനുഷ്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹുവോട് പറയുന്ന വാക്കാണ്, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ നിന്റെ എല്ലാ നാമങ്ങളും കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, ഒന്ന് നീ നിനക്ക് പേര് വെച്ച പേരുകൾ കൊണ്ട്. നമ്മൾ അല്ലാഹുവിനെ വിളിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഔ അൻസൽതഹു ഫി കിതാബി, നീ നിന്റെ കിതാബിൽ അവതരിച്ചത് കൊണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികൾക്ക് ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത ഒരു നാമം കൊണ്ട്. അല്ലെങ്കിൽ ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബ് ഇൻദക്, നിന്റെ ഗൈബിയായ ഇൽമിൽ നീ മറച്ചു വെച്ച ഏതെങ്കിലും നാമങ്ങളുണ്ടെങ്കിൽ അത്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? അൻ തജ്അലൽ ഖുർആനൽ അദീമ റബീഅ ഖൽബി, മഹത്വമേറിയ വിശുദ്ധ ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി മാറ്റണമേ. മഹത്വമേറിയ നിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിന്റെ സന്തോഷമാക്കി മാറ്റണമേ. വനൂറ സുദരി, എന്റെ ഹൃദയത്തിന്റെ നെഞ്ചിന്റെ പ്രകാശമാക്കി ഖുർആനിനെ മാറ്റണമേ. വജലാഅ ഹുസ്നി, എന്റെ ദുഃഖത്തെ കളയുന്നതാക്കി, ദുഃഖത്തിന് ആശ്വാസമാക്കി നീ മാറ്റണമേ. വദഹാബ ഹമ്മി വഗമ്മി, എന്റെ ടെൻഷനും എന്റെ ആകുലതയും വ്യാകുലതയും വിശുദ്ധ ഖുർആൻ കൊണ്ട് മാറുന്ന ആ അവസ്ഥയിലേക്ക് നീ എന്നെ എത്തിക്കണമേ. എങ്കിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ, ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്ന, അവന്റെ ടെൻഷനും അവന്റെ ആകുലതകളും ഇല്ലാതാവും. അല്ലാഹ് ഇല്ലാണ്ടാക്കും എന്ന് അത്ര അർത്ഥവത്താണ് ഈ വാക്ക് പറഞ്ഞാൽ തന്നെ മതിയല്ലോ. നമ്മുടെ ഒന്നുമല്ല, എല്ലാം അള്ളാന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഈ അർത്ഥപൂർണമായ ഈ ഒരൊറ്റ വാക്ക് മതി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉണ്ടാക്കിയ വാചകങ്ങളല്ലത്. ഇത് അല്ലാഹുവിൽ നിന്നുണ്ടാക്കിയ ഇറക്കിയ പ്രകീർത്തനങ്ങളാണ്, പ്രാർത്ഥനാ വചനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ ഈ ഒരൊറ്റ വാക്യം, ഈ ഒരൊറ്റ പ്രാർത്ഥന മാത്രം മതി. വഅബ്ദലഹു മകാന ഫർജൻ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഇക്കാര്യം ചോദിക്കും. ഇത് പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ നതഅല്ലമുഹാ, ഞങ്ങളത് പഠിക്കട്ടെ, ഞങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കട്ടെ. ഫഖാല ബല, അതെ പഠിക്കണം എന്ന് മാത്രമല്ല നബി പറഞ്ഞു, യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, ഇത് കേട്ട ആളുകളെല്ലാം പഠിക്കൽ നിർബന്ധമാണ്. യംബഗി ലിമൻ സമിഅഹാ, ഇത് കേട്ടോരിക്കെല്ലാം നിർബന്ധമാണ്. അൻ യതഅല്ലമഹാ, ഇത് പഠിക്കൽ, ഈ പ്രാർത്ഥന നിങ്ങളിപ്പോ കേട്ടോരിക്കെല്ലാം ഈ പ്രാർത്ഥന പഠിക്കൽ നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ, മനുഷ്യന്മാരെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അല്ലാഹുവിനെ വേണം, അല്ലാഹുവിന്റെ സഹായം വേണം, അവന്റെ അനുഗ്രഹം വേണം. അവന്റെ സഹായത്തിലും അവന്റെ ഔദാര്യത്തിലുമാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കുന്നത്, നമ്മുടെ ഹൃദയം പിടിക്കുന്നത്, നമ്മുടെ ശരീരം സുന്ദരമായി ഇങ്ങനെ സഞ്ചരിക്കുന്നത്, നിലനിൽക്കുന്നത്, നമുക്ക് ബുദ്ധി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സുന്ദരമായ കാഴ്ചകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് മാത്രമാണ്. ആ അല്ലാഹു, അവന്റെ ഔദാര്യം ലഭിക്കാൻ
എന്ത് വഴി സ്വീകരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ അയച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവണം. നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ദീനും തൗഹീദും ഈമാനും ഇതേപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്കാകണം. അല്ലാഹു തആല അത്തരം വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അല്ലാഹ് സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തട്ടെ. നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കയറാൻ അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യ, ഉമ്മ, വാപ്പ എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ